ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലായിട്ട് വരാം. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. അപ്പോൾ നമ്മൾ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം കൂടെ വഴറ്റുകയാണ്. എല്ലാം നല്ല വഴണ്ട് വരുമ്പോഴത്തേനും അപ്പോൾ ചിക്കൻ ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്, എല്ലില്ലാത്തത്. അപ്പോൾ അത് ഇച്ചിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉള്ളി ആടി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ടയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, സവാള, പച്ചമുളക്, പിന്നെ ചെറുനാരങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേനും ബാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഉള്ളി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല, ഒരു 2 ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി. അപ്പോൾ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് റെഡ് ചില്ലി, അതായത് നമ്മുടെ ചുമന്ന മുളക് പൊടി ചേർക്കത്തില്ല, കാരണം കളർ മാറിപ്പോവും. ഇതൊരു പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു കളറിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പം ചിക്കൻ ഒന്ന് തട്ടി കൊടുക്കാം. ചിക്കൻ അതിനകത്തോട് തട്ടി കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ചിക്കനെല്ലാം ഇട്ടിട്ട് ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെപ്പർ മസാല ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേനും നല്ല ചിക്കൻ പെപ്പർ മസാല പൊറോട്ടയുടെ കൂടെയൊക്കെ, ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ അടിപൊളിയായിരിക്കും. എൻ്റെ വീഡിയോയിലെല്ലാം കമൻറ്റ് വരുന്നു ഒരുപാട് ടൈം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഷോർട്ടായിട്ട് പെട്ടെന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇനി കഴിക്കാൻ പോകുമ്പോഴത്തേനുള്ളത് ബാക്കിയുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിക്ക് ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ അന്നേരം കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ പെപ്പർ ചിക്കൻ ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കാരണം പൊറോട്ടയുടെ കഴിക്കേണ്ടി വേണ്ടിയിട്ട്. പിന്നെ ഒരു 4 എഗ്ഗ് ബോയിൽഡ് ചെയ്തിട്ട് അതിന് ഉപ്പും കുരുമുളകും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സലാഡ്, വെജിറ്റബിൾ സലാഡ് എല്ലാം ഉണ്ട്. അപ്പം ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമ്മൾ പൊറോട്ടയാണ് എടുക്കുന്നത്. 2 എണ്ണം മതിയാ? ഓക്കെ, ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.